ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ 2ാം ദിവസമാണ്. രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഫുഡ് അടിക്കാൻ പോകും കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ ആര്യസിക്കാട്ടോ കയറിയത്. അവിടെ നിന്ന് ഓരോ നെയ്റോസ്റ്റ് വെച്ചിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയുണ്ട്. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടൈക്കനാൽക്കാട്ടോ. വഴിയിൽ വെച്ചിട്ട് കരിക്ക് വെട്ടുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് കരിക്ക് കുടിച്ചിട്ടാണ് കേട്ടോ പോണത്. പോണ വഴിയിലൊക്കെ തീറ്റയും കൂടിയൊക്കെ തന്നെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചുരം കയറി മേലോട്ടെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടത്. താഴെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ ഏതോ ഒരു ഡാമാണ് കേട്ടോ. ഏത് ഡാമാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടത്തെ പോലെ കുറെ വ്യൂ പോയിന്റ് ഒക്കെ കാണാട്ടോ. അങ്ങനെ വേലി കെട്ടിയുള്ളതുകൊണ്ട് ശരിക്കും പോലെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അവസാനം ഫോണിന്റെ ക്യാമറത്തിന്റെ ഉള്ളിൽ കൂടെ കടത്തി നോക്കിയപ്പോൾ അങ്ങനെ ദൂരമായിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കാട്ടിലൂടെയുള്ള യാത്ര ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് നമ്മുടെ സിൽവർ കാസ്കേഡ് വാട്ടർഫോളിന്റെ അടുത്താട്ടോ. കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണെങ്കിൽ അവിടുത്തെ സ്മെല്ല് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരം വൈകിയോണ്ട് മെനുവിലുള്ള ഐറ്റംസ് കുറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം കിട്ടിയ ഫുഡും കഴിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അപ്പർ ലേക്ക് വ്യൂ കാണാനാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് കേട്ടോ. താഴെ നോക്കിയാൽ നമുക്ക് ആ ഒരു ലേക്കും കാണാം, ചുറ്റിലും കോട മൂടി കിടക്കണവും കാണാട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റോസ് ഗാർഡനിലേക്കാട്ടോ. അവിടെ പോയപ്പോ ചെറിയ രീതിക്കുള്ള മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയും മഞ്ഞൊക്കെ ഒരുമിച്ചായതുകൊണ്ട് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഗാർഡനിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഒരു ടീം അത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ നടന്നിട്ട് വേണ്ട പോയത്. ആശിച്ച് പോയിച്ച് ഗാർഡനിൽ കയറിയപ്പോൾ ഉള്ള പെയ് കാണുന്നത്. റോസ് ഗാർഡനിന് പേരുണ്ടെങ്കിൽ ഒരൊറ്റ റോസാപ്പൂ പോലും ഇല്ല. റോസ് അല്ലാത്ത ബാക്കിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയം ഒട്ടും ശരിയല്ല എന്നുള്ളത് മനസ്സിലായി. അവിടെ ഇവിടെ കേട്ടോ 1-2 റോസ് നിൽക്കുന്നുണ്ട്, അത്രേ. അപ്പൊ ഇത്രക്കൊക്കെ നമ്മൾ റോസ് ഗാർഡനിൽ പോയിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയ റൂം അന്വേഷിച്ചിട്ടായിരുന്നു. നമ്മൾ 12 ഫാമിലി ഉള്ളതുകൊണ്ട് റൂം സെറ്റ് ആയി കിട്ടാൻ കുറച്ച് പണിയെടുത്തു. കുറെ നേരത്തെ അലച്ചിലിന് ശേഷം നമുക്ക് റൂമൊക്കെ സെറ്റ് ആയി. നമ്മൾ നടന്നു പോണത് ഫുഡ് കഴിക്കാനാട്ടോ. അങ്ങനെ ഒരു ദോശയും പൊറാട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തിട്ടോ. അപ്പൊ ഇതിന് ബാക്കി പാർട്ടായിട്ട് നാളെ വരാം. അപ്പൊ ഓക്കെ, ശരി.